വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ്. 1 മടങ്ങ് കൊടുത്താൽ പോരെന്നേ. കാരണം അവൻ്റെ ഉള്ളിലുള്ള ആ കുറ്റബോധമാണ് അത് കൊടുക്കാൻ അവനെ തീരുമാനിക്കുന്നത്. അവൻ ചതിച്ചു വാങ്ങിയവനാണ്. ഒരു കൺവെൻഷൻ നടത്തിയ ഒരു പാസ്റ്റർ, പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കൺവെൻഷൻ ഓർഡർ ചെയ്തു. അവസാനം കൺവെൻഷൻ നടത്തിയ ഒരു പാവം പിടിച്ച പാസ്റ്റർ, പുതിയ വേലസ്ഥലമാണ്. പുള്ളി നോക്കിയപ്പോൾ കണക്കൂട്ടി, മൈക്ക്, സ്റ്റേഡിയം, മറിച്ചത്, ചപ്പ് ചവറ്, ഉപദേശിച്ച് കൊടുക്കേണ്ടത് എല്ലാം നോക്കിയപ്പോൾ 1,50,000 രൂപ വരും. പുള്ളിയുടെ ആകെ 40,000 രൂപ വരും. പാസ്റ്ററോട് വിളിച്ച് പറഞ്ഞു, പാസ്റ്ററേ, ദൈവത്തോർത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവെൻഷൻ നടത്താം, 1-2 മാസം കഴിഞ്ഞിട്ട് നടത്താം. നോ, എന്നോട് വാക്ക് പറഞ്ഞു പോയി. തെറ്റിക്കാൻ പാടില്ല. ആ പാപം പിടിച്ച സഹോദരൻ്റെ കഷ്ടത കാണാൻ കഴിയാതെ, അവൻ്റെ ദുഃഖം കാണാൻ കഴിയാതെ, അവൻ്റെ വേദന കാണാൻ കഴിയാതെ നീ എന്നാ പ്രസംഗിക്കാനാ സാമ്പാസ്റ്ററേ? എന്നെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? നമ്മളെല്ലാ കാര്യങ്ങളിലും പക്കയായിരിക്കും. ഈ പട്ടാളത്തിൽ ചെന്ന് അങ്ങോട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ നേരത്ത് പൊക്കം നോക്കും, പിന്നെ എന്തൊക്കെയാ ചവറ, നെഞ്ചിൻ്റെ അളവ് നോക്കും, പിന്നെ വെയിറ്റ് നോക്കും, പിന്നെ അവൻ്റെ കായികക്ഷമത അറിയാൻ വേണ്ടി ഇവനൊരു 3 കിലോമീറ്റർ ഓടിക്കും. 3-4 കിലോമീറ്റർ ഓടിയിട്ട് അവർ പറയുക ബുള്ളറ്റിന് പോകും. ഓടാൻ നേരത്ത് 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവൻ കടന്നോടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പൊന്നുമേലെ കിറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അത് കൊടുത്തുകൊണ്ട് നീ സ്ഥലം വിട്ടോ. അതുപോലെ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എല്ലാവരെയും വലിച്ചു കയറ്റുന്ന സ്ഥലമല്ല സ്വർഗരാജ്യം. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ 2 ഉപമകൾ എൻ്റെ ഹൃദയത്തിൽ വരിക. വായനയിൽ ഒളിച്ചു വെച്ച നിധി. ഈ നിധി കണ്ടിട്ട് എന്ത് ചെയ്തു പുള്ളി? എന്ന് യജമാനനോട് ചെന്ന് പറയാ, ആ നിധി അവിടെ ഇരിക്കുന്നുണ്ട്. പുള്ളി പറയാ, എനിക്കധികം പണിയൊന്നും എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടല്ലോ. എൻ്റെ ഭാവനയെ ഞാൻ പറയാം, ഞാൻ അങ്ങ് ക്ഷീണിച്ച് അവശരായി. യജമാനൊരു കാര്യം ചെയ്യണം, ഞാനിപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം ഒരു 10-25 സെൻറ്റ് സ്ഥലമുണ്ട്, ഞാനതിൽ തന്നെ ജോലി ചെയ്ത് ഞാനങ്ങ് ജീവിച്ചോളാം. എനിക്കുള്ളതൊക്കെ വിറ്റ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം, ഇത് എൻ്റെ പേരിൽ എഴുതിത്താ. കാരണം അവൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്ത എന്താ? നിധിയിരിപ്പുണ്ട്. നമുക്കുള്ളതെല്ലാം വിൽക്കണമെന്ന് പറഞ്ഞാൽ തലം വിറ്റിട്ട് കൊടുക്കണമെന്നല്ല ഈ പറയണത്. നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഭൗതിക അനുഭവങ്ങളെ നമ്മൾ വിടണം. 10 വിറ്റ് കൊടുക്കാൻ പോയെന്ന് പറഞ്ഞ് എന്നെ വെറുതെ മോശമാക്കല്ലേ ദൈവത്തോട്. നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി കിടപ്പുണ്ട്, ദൈവത്തിന് പ്രസാദമല്ലാത്ത പലതും കിടപ്പുണ്ട്. അതൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് പോയാൽ വഴിയിൽ വെച്ച് യാത്ര മുടങ്ങും. സങ്കീർത്തന ഭാഗത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, എന്താണ്? വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുക. നാം ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ. ആമേൻ. നമുക്ക് മുൻപിൽ ഒരു ഓട്ടമുണ്ട്, ഓട്ടം ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാ? എങ്ങനെയെങ്കിലും ഒക്കെ നയിക്കുകയാണ്. പാരം വിടണം, പാപം വിടണം, മുറുകെ പറ്റുന്ന പാപങ്ങൾ വിടണം. പാസ്റ്റർ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ആരാധിച്ചു, ഞങ്ങൾ എന്ത് മുറുകെ പറ്റുന്ന പാപമുണ്ട്? കൊലോസ് ലേഖനം എടുത്താട്ടെ. ഹല്ലേലൂയ. കൊലോസ് ലേഖനം. ഒത്തിരി വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് വരിക. ഞാനതൊക്കെ പറഞ്ഞ് ആ സമയത്തിനുള്ളിൽ ഞാൻ ഇരുന്നോളാം. നിങ്ങളാരും പേടിക്കണ്ട, നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കില്ല. കൊലോസ് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം. ഹല്ലേലൂയ. 5 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. ഈ അത്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയാ. പണ്ട് പോൾ ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നത്, വല്ലവൻ്റെ കയ്യിരിക്കുന്ന കാശ് എൻ്റെ പോക്കറ്റിൽ വരാനുള്ള പ്രസംഗം പറയാൻ എനിക്കറിയാം, പക്ഷേ ഞാൻ സ്വർഗരാജ്യത്ത് കാണത്തില്ല. മനസ്സിലായോ? ഞാൻ പറയുന്നത് എൻ്റെ പൊരുൾ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം പറഞ്ഞാട്ടെ. അത്യാഗ്രഹം മഹാപാപമാ. പൗലോസ് അപ്പോസ്തലൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാ പറഞ്ഞേക്കണേ. അച്ഛാ, കയ്യിൽ കാശൊന്നുമില്ല, നമുക്ക് പൊടികളെല്ലാം തീർന്നിരിക്കുക, കടം മേടിക്കാതെ ഞാൻ പോകത്തില്ല, ഇല്ലെങ്കിൽ ഇല്ലാത്തവരെ കഴിഞ്ഞാൽ മതി.
ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഒരു 5000 രൂപ കർത്താവിൻ്റെ എൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന കാനഡയിലെ ഒരു ആൻറ്റി പറയുക, പാസ്റ്റർ ഒരു 5000 രൂപ അയച്ചു തരാനായിട്ട് എനിക്ക് നിയോഗം കിട്ടി അയച്ചു തരാമെന്ന്. പൊടിപ്പാത്രങ്ങളെല്ലാം കാലിയായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത് കണ്ടു. ഏലിയാവിൻ്റെ കഷ്ടത മാത്രമല്ല, കർത്താവിൻ്റെ കൂടെ നടന്ന ഭക്തന്മാരുടെ കഷ്ടത മാത്രമല്ല, പ്രമാണം അനുസരിക്കുന്ന എൻ്റെയും നിൻ്റെയും കഷ്ടത ദൈവം കാണും. സഹോദരങ്ങളെ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? നമുക്ക് വിശ്വാസമില്ല. Nabara Pine in the Lava. Ishwas of another Ashik in the Orapu Karnata Gari Nichi on the Chenamaki Vishwas of Parami the Kotakutan Taladana Vishwas in the Paranakan Taladana Vishwas in that definition of Wakatil Antarina Marikina Alpiga Satya Manasala Ketra Verunda. Hallelujah. Vishwasatora they said in the Pratika. Devam Madikala Torakam. Padenu Vajravagundalo, Vishwasatora Kudigala Vetiga. Arevasavaki. Ah, the Wellang Wundan. Ni Betit is author Marjon Dinamati. Hallelujah. Ramber Duratile, Kochera Kundita, Hagar. Sara Rakivita Munya. Namlu Charkana Kolu, Rakivita, but Abraham in a rectama got the Nelevikine, Urabadana, Shankaradana, Coach in the Karachil Kalkaria, Savodi Kadiatilla, Coach Marichumogum, a Savod in Nelavalikia, Nelavali Sorgan get to the Varano, Ada Uravador. But Namara Koi with the Rajam Taki and Adian Marai. And I is the Jesu on the Workarilla. In a Kelkan the Prepatore, Dasian Angilum, Abraham in the recta in the Sotram, Vagayana Kadan Nelevikan, Yesu Christu in the rectatal, wind at a capatadi, Srestan Maraya, Davidasamare, Davidasimare, Yan Uruvarado, they are Kredam Murangi, the Levelichan, they even number of Partanagal Kadri. Hallelujah! Hallelujah! What's Water Avararkum. Kadakaranalla Avarakum Bhajarayalla Avanapam Chulla Jumilla Avanapurara Kadamangi put it to powder the Maria the Gino. I'll go to the Vadino. Ni Kadakara is not a part of order. Hallelujah. Hallelujah. Pramana Manasaricha, Jivik in the Yovedin, Janapur, Paralo, Kate, Marta Anigil, Onudiketo, Raja in the Munbage, Kalpana Varabichu, Nyan Paranala, the Manum Madayom. The variety Pulia Gota Boya. Here is the hotel at Kaliki. Namala Yazuru and Allah Vitic at a Kabuli, hotel at Koin. The youth and Arthala Potter, Yan in a Protanda. Kaka Kalpichirino. Kashada whatever in the port, Sorkatil, David and Arlapanai, Yan Vitaway or Kalpichirino. Pramana Marisarik in the Eliaway. Bal in the Munbaga, Mutumaraka, and the Vikrahara, Kondodiki, Pakta Munbil, David and the Karam Chalikan Lorangi. Amala Alpavishwasi. Alpavishwasi. Vishwasamilla. Vishwasichonde endi ayichalu nalgi tharumennu prasangichu karyam eduttondu povunnu vichadilla endu oru kashtamanu nokki nammale kelkkunna priyapettavare ee നാലാം ദിവസത്തിൽ നമ്മൾ ഇവിടെ നടക്കുന്ന പ്രാർത്ഥന നമ്മളെല്ലാം ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ദൈവാത്മാവ് നിങ്ങൾക്ക് തരുന്ന വചനങ്ങളാണ്. ഇനി ഇവിടെ ഒത്തിരി പേര് വരും. പാപികൾ വന്ന് മാനസാന്തരപ്പെടും, രോഗികൾ സൗഖ്യമാകും, ഭൂതാത്മാക്കൾ സ്വതന്ത്രം വിട്ടുപോകും. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ അങ്ങനെയുള്ളവർ ഇവിടെ കൊണ്ടുപോവാ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അഭിഷക്തന്മാർ കർത്താവിന്റെ ദാസന്മാർ ഇവിടെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വിടുതൽ കിട്ടും. 1 ശമൂവേലിന്റെ പുസ്തകം പറഞ്ഞു വന്നപ്പോൾ കർത്താവ് ഹൃദയത്തിൽ ഓരോന്ന് പ്രകാശിപ്പിക്കുക. അതിന്റെ 30-ാം അധ്യായം എടുത്താണ്. പശ്ചാത്തലങ്ങളൊന്നും പറയാൻ സമയമില്ല, അങ്ങോട്ടൊന്നും എല്ലാം കൊണ്ടുപോകരുത്. അവിടെ എഴുതിയിരിക്കുന്നത് 11-12 വാക്യങ്ങൾ. 1 ശമൂവേൽ 30:11-12. പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല, വീട്ടിൽ പോയി വായിച്ചോളൂ. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു. ഉറച്ചു വായിക്കുക. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു. മിസ്രയീമിനെ കണ്ടു. മിസ്രയീം ആരാ?
യഹൂദന്മാരുടെ ശത്രുക്കളെ മിസ്രൈമിലെ കണ്ടു. അടുത്തേ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവന് അപ്പം കൊടുത്തു. അവൻ അവിടെ നിൽക്കട്ടെ. ഈ മിസ്രൈമിലെ കിട്ടിയപ്പോഴും പൊക്കിയെടുത്തുകൊണ്ട് ദാവീദിന്റെ അടുക്ക കൊണ്ടു. ദാവീദ് യേശുക്രിസ്തുവിനെ നല്ലതായിട്ടൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. ദാവീദിന്റെ അടുക്ക കൊണ്ടുപോകും. ദാവീദ് പറഞ്ഞു മിസ്രൈമിലെ ഒറ്റ അടി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണോ പറഞ്ഞത്? പാപികളായിട്ടുള്ളത് നമ്മുടെ മധ്യത്തിൽ വന്ന ദൈവത്തിന്റെ വിടുതൽ പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കണം. അവൻ അപ്പം കൊടുത്തു. അപ്പം മധുരമാ. അടുത്തേ അവൻ തിന്നു, അവന് കുടിപ്പാൻ വെള്ളവും കുടിക്കാൻ വെള്ളം കൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കാണിക്കുക വെള്ളം. അടുത്തേ അവൻ ഒരു കഷ്ണം അത്തിയുടെ രോഗശാന്തിയാ. 2 ഉണക്ക മുന്തിരിക്കുലയും കൊടുത്തു. അവിടെ നിൽക്കട്ടെ, മുന്തിരിക്കടയിലേക്ക് ഞാൻ വന്നില്ല. അത്തിപ്പഴ കട്ട കൊണ്ടുവന്ന് രോഗശാന്തി അടക്കം നമുക്കറിയാമല്ലോ, പ്രവാചകൻ അല്ലേ? അതിരോഗശാന്തിയെ കാണിക്കുക, അപ്പം വചനത്തെ കാണിക്കുക, വെള്ളം ആത്മാവിനെ കാണിക്കുക. ആരെങ്കിലും നമ്മുടെ മധ്യത്തിൽ പാപികളായിട്ട് കടന്നു വന്നാൽ അവർക്ക് പ്യൂർ വചനം എടുത്തു കൊടുക്കണം. മായം ചേർത്തതല്ല കൊടുക്കേണ്ടത്, നല്ല പ്യൂർ വചനം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനശിശികളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് അവര് കൊടുക്കണം. വചനം കേൾക്കുമ്പോ അങ്ങോട്ട് അല്ലിയൊക്കെ പറഞ്ഞോ അങ്ങോട്ടെ, ശരിക്ക് ഇത് ഉള്ളിൽ കയറി കത്തട്ടെ. അപ്പം കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് അപ്പം കൊടുത്ത് ഒരു 50 രൂപ കൊടുത്തിട്ട് അവൻ ചവിട്ടി പുറത്താക്കി. വെള്ളം വെള്ളം രക്ഷാസ്നാനം അഭിഷേകത്തിലേക്ക് നടത്തണം. എത്ര പേര് അഭിഷേകത്തിലേക്ക് നടത്തുന്നുണ്ട് വിശ്വാസികളെ? ഞാനൊരു സഭയിൽ ചെന്നു, എന്നെ വിളിച്ചോണ്ട് പോയത് ആ പാസ് പറഞ്ഞത് എങ്ങനെയായിരുന്നു ഒന്ന് രക്ഷപ്പെടുന്നത്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണാണ്, അവള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതൊക്കെയാണ്. അപ്പം പുള്ളി ആയിരിക്കും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടല്ല ആയെന്ന്. അങ്ങനെ ആരും ചിന്തിക്കരുത്. രക്ഷാസ്നാനം അഭിഷേകം. ഇസ്രായേൽ മക്കൾ ആരാധനയ്ക്ക് പോയത് 3 വഴി ദൂരം പോയിട്ടാണ് ആരാധിച്ചത്. അത് പഴയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ രക്ഷാസ്നാനം അഭിഷേകം ആത്മാവിലാണ് ആരാധന. പാട്ട് പാടുന്നതൊക്കെ നല്ലതാണെങ്കിലും ആരാധന ആത്മാവിലാണ്. അട കൊടുത്തു, വെള്ളം കൊടുത്തു, അടുത്ത് എന്ത് ചെയ്തു? അല്ല, അതിനോട് അത്തിയുടെ കൊടുത്തു. അത്തിയുടെ രോഗശാന്തിയെ കാണിക്കുക. ഒരു കഷ്ണം അത്തിയുടെ കൊടുത്ത ഒരു രോഗിയാ, നടക്കാനൊന്നും വയ്യ, ദൂരം കൂടിയൊക്കെ ഇരിക്കുക. അതിന് വയറ് വേദന, അവിടെ വേദന, ഇവിടെ വേദന. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ കല്ലെറിയുന്നെങ്കിൽ അറിഞ്ഞ ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സഭകളിലൊക്കെ എത്രയോ പേര് രോഗികളായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ അവർക്ക് സൗഖ്യം കിട്ടാത്ത? പണ്ട് വെള്ളക്കാരനായ ഒരു സായിപ്പ്, ഞാൻ രക്ഷിക്കപ്പെട്ട 50 വർഷമായി വചനം കയ്യിലെടുക്കാൻ തുടങ്ങിയിട്ട്. അന്നൊരു സായിപ്പ്, ഇന്നത്തെ സായിപ്പുമാരൊക്കെ എനിക്ക് വിശ്വാസമില്ല, അന്നൊരു സായിപ്പ് വന്നു സുവിശേഷയോഗം നടത്തുക, യേശുക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്തു. രക്ഷിക്കപ്പെടാൻ ആരുണ്ട്, പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ടെന്ന് നിന്നപ്പോൾ പലരും അങ്ങോട്ട് മുമ്പോട്ട് വന്നു. അന്ന കൂട്ടത്തിൽ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് 10ഉം 15ഉം വർഷമായവർ ഇങ്ങോട്ട് വന്നു. രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കാര്യം. എന്താ കാര്യം? രക്ഷിക്കപ്പെട്ടവന് വേണ്ടി സ്നാനപ്പെട്ടവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവൻ പ്രാർത്ഥിക്കണം. അപ്പൊ ചോദിക്കുന്നത് എന്താ? അവൻ രക്ഷ നഷ്ടപ്പെടുത്തിയിരിക്കുക, അവൻ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയിരിക്കുക, അവൻ ലോകത്തിലേക്ക് ഇറങ്ങിയിരിക്കുക. യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടു, യേശുവിനെ ധരിക്കാൻ സ്നാനപ്പെട്ടു, ആ ധരിച്ച ഉടുപ്പൊക്കെ വലിച്ചെറിച്ച് കളഞ്ഞിരിക്കും, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. നീ മടങ്ങി വന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതൽ കിട്ടുമെന്ന് സായിപ്പ് പറഞ്ഞപ്പോ എനിക്ക് ആ മർമ്മം മനസ്സിലായി. ഇനിയിപ്പോ നമ്മളോ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ ഒരു ചാട്ട ചാടി, എന്നാലും രക്ഷയില്ല. ഞാൻ വെറുതെ പറയല്ലേ, ഇത് ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്ന സന്ദേശമാണ്. എൻ്റെ അനുജൻ ഈ 2-3 മാസം മുമ്പ് തലയ്ക്ക് വേദന വന്നു, ഇവിടെ ഈ പുറകുവശത്ത് വേദന വന്നു. ഒരു 7 മണിയായപ്പോൾ വൈഫ് വന്നിട്ട് പറയാ, ജോയിക്ക് തലവേദന ആണ്, ഈ സമയം നോക്കട്ടെ, സ്വതന്ത്രം തലവേദനയാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. അപ്പം ഞാൻ വണ്ടി എടുത്ത് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ വേദന പൊളയാണ് കിടന്ന്, അനങ്ങാൻ വയ്യ. ആൾ നിരീശ്വരാദിയാണെന്ന് ഓർത്തോണം. ഞാൻ പറഞ്ഞു, വാ മുടിഞ്ഞവനെ നീ കയറി, നിനക്ക് ദൈവമില്ല ഒന്നുമില്ല, എന്നാലും കയറി പോകാം. എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത്, അവരോട് പറഞ്ഞാൽ അവൻ അടിക്കുവനെ പിടിച്ച്, അങ്ങനത്തെ ആ ടൈപ്പ്. കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. അവർ ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ നടത്തി. അവർ പറഞ്ഞു 1 മണിക്കൂർ 2 മണിക്കൂറായിട്ടെന്ന് പറഞ്ഞു. വേദനയ്ക്ക് ഒരു കുറവില്ല. നേരെ എങ്ങോട്ട് പോയി? ആശ്രം മെഡിസിറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ കിട്ടാൻ കാത്തിരിക്കുക. അവരങ്ങോട്ട് ഐസിയിലോട്ട് കയറ്റി. അവർ പറഞ്ഞ് ബ്ലഡ് ക്ലോട്ടിങ് തടഞ്ഞിരിക്കുകയാണ്, ഒരു 3-4 മണിക്കൂർ കൂടി കഴിഞ്ഞെങ്കിൽ ആൾ തട്ടിപ്പോയതിനെ സഡൻലി ഓപ്പറേഷൻ ചെയ്യണം, 20 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് ഒരന്തം വിട്ടുപോയി. നമ്മളെ കിട്ടാൻ കാത്തിരിക്കുക ഹോസ്പിറ്റലിൽ. ദൈവത്തെ ഓർത്ത്
കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് രോഗശാന്തി പ്രാപിച്ചോ? വിദേശ രാജ്യത്ത് പോയവരാണെങ്കിൽ മക്കളൊക്കെ വിദേശത്തുള്ളവരാണെന്ന് അവർ അറിവ് കിട്ടിയ നിന്റെ ശരീരം മാത്രമല്ല നിന്റെ പേഴ്സും കൂടി കീറിയെടുക്കും അവരെ. മനസ്സിലായോ? ഹല്ലേലൂയ. അവസാനം ബാർഗൈൻ ചെയ്ത് 13.5 ലക്ഷത്തിൽ കൊണ്ടുവന്ന് നിർത്തി. ഓപ്പറേഷൻ നടന്നു. ഞാൻ ഒരു ദിവസം അവൻ്റെ കാവൽക്കാരനായിട്ടിരുന്നു. അവിടെ സൂചനം പറഞ്ഞിട്ട് സൂചനം പറഞ്ഞ് അടിക്കും, ആ കിടപ്പ് കിടന്നു ആ ടൈപ്പ്. ഞാൻ സ്വോത്രം പറഞ്ഞൊക്കെ ഞാൻ അവിടെ ഇരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. അതേ വേദന ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പെടലിക്ക് വന്നു വേദന. രാത്രി ഞാൻ പറഞ്ഞു, ദൈവം ഇതെന്ത് കളി, ഇത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, പുഴു പിടയ്ക്കുന്ന പോലുള്ള വേദനയാണ്. ഞാൻ മരിക്കട്ടെ, ഞാൻ ചാകട്ടെ, എനിക്ക് ആശുപത്രിയിൽ പോകാൻ സമയമില്ല, കാശില്ല, എന്നെ ആരും കൊണ്ടുപോകാനില്ല, ഞാൻ ഇവിടെ കിടന്ന് ചാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേദന അങ്ങോട്ട് പോയി. ഒരാഴ്ച ആ വേദന വന്നുകൊണ്ടിരുന്നു. ഒരാഴ്ചയും ദൈവമുഖം അന്വേഷിച്ചപ്പോൾ, കാരണം ദൈവം എന്നെ ടെസ്റ്റ് ചെയ്യല്ലേ, അവൻ കിട്ടിയപ്പോൾ നാളെ അവൻ്റെ ഇഷ്ടത്തിന് പോകുന്നറിയാം. പിന്നെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വേദന അങ്ങ് പോയി. പ്രിയമുള്ളവരെ, എവിടെ പോയി? സ്വർഗത്തിലെ ദൈവം, ഞാൻ വാക്യം ക്ലെയിം ചെയ്തു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവൻ അടിപ്പണകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നീ അത് അനുഭവിക്കണം. ഞാൻ ഇന്നിവിടെ മീറ്റിങ്ങിന് വരുമെന്ന് വിശ്വസിച്ചില്ല. എൻ്റെ വൈഫ് പറഞ്ഞൊരു ഞാൻ രോഗശാന്തി മരുന്നൊന്നും കഴിക്കില്ലെന്ന് കഠിന വ്രതം എടുത്ത് നടക്കുന്ന ആളൊന്നുമല്ല. ഒരു ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി മരുന്ന് കരുതി സ്റ്റീം അടിക്കുവോ അതുപോലെ എന്തെങ്കിലും 2 കുരുമുളക് അടിച്ചതിനോ എന്തെങ്കിലും ചെയ്തൊക്കെ പോകാം. വെറുതെ കൊണ്ടുവന്ന് അവർ കാശ് കൊടുക്കുന്നതിനാ? ഇംഗ്ലീഷ് പദത്ത് കുത്തി കയറ്റി വേറെ രോഗം ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചിരുന്നോളാം. വൈഫ് പറഞ്ഞില്ല, പ്രോഗ്രാമിന് പോകാനുള്ളതല്ലേ. ഞാൻ പറഞ്ഞു, പ്രോഗ്രാമിന് പോണേ? എന്ത് പ്രോഗ്രാം? ചവിട്ട് നാടകത്തിനാണോ ഞാൻ പോണതേ? ദൈവവചനം പ്രസംഗിക്കാനല്ലേ പോയത്, കർത്താവിന്റെ വചനം പറയാനല്ലേ പോയത്. അവിടെ പോയി കിടന്ന് ചാകട്ടെ. ജോർജൻ എങ്ങനെയെങ്കിലും ജോർജൻ അവിടെ എത്തിച്ചോളും ഡെഡ് ബോഡി. അച്ഛൻ എന്നോട് ഇത്തിരി സ്നേഹമുണ്ട്, കാരണം പാസ് ഇവിടെ കിടന്ന് ഞാൻ വണ്ടി കയറ്റി വലിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ടു. കുഴപ്പമില്ല. എൻ്റെ ദൈവമക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചാകും. ഒരു വിശ്വാസം വേണം. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചതാണ്. ഗദരദേശത്തേക്ക് പോയപ്പോൾ പടകാടി ഉലഞ്ഞപ്പോൾ വെള്ളം കയറിയപ്പോൾ അവർ പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിങ്ങൾക്ക് വിചാരമില്ലയോ? ഉടനെ യേശു കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ വിശ്വാസം എവിടെ? സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം എവിടെ? കർത്താവിദാസന്മാരെ, നിങ്ങളുടെ വിശ്വാസം എവിടെ? അമ്മമ്മയെ, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഏതാവശ്യത്തിനും ദൈവപാദപീഠത്തിൽ വീഴാൻ നിനക്ക് മനസ്സുണ്ടോ? 38 വർഷം, ഇത് പറയുമ്പോൾ ദൂത് ഇങ്ങനെ കയറി വരിക. 38 വർഷം ഓർത്തം കിടക്കുക, എനിക്കാനും വയ്യ, കിടക്കാനും വയ്യ. അതിനെക്കുറിച്ച് ചിന്തകന്മാർ പറയുന്ന പലതാ. സൗഖ്യമായി പോകുന്നവരുടെ മെത്തയും പായും ബക്കറ്റും വാങ്ങി ഒരു 10 മെത്തയെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ കിടക്കുക. നോത്രം പറഞ്ഞു. യേശു വന്നപ്പോൾ പറഞ്ഞെന്താ, നിനക്ക് സൗഖ്യം മനസ്സിട്ടോ? മോളിൽ കിടന്ന് താഴെ നോക്കിയിട്ട്, എനിക്ക് മനസ്സൊക്കെ ഉണ്ട്, ഞാൻ ഇറങ്ങാൻ നേരത്ത് ഒരുത്തൻ എഴുന്നേറ്റ് നടക്കാൻ പോകും. 38-കാരനെ 33 വയസ്സുകാരൻ സൗഖ്യമായി. അത് കഴിഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് എൻ്റെ വിഷയം. അത് നിങ്ങൾക്കും എനിക്കുള്ള ദൂതാണ്, നിങ്ങൾക്കുള്ള ദൂതാണ്. ദേവാലയത്തിൽ വെച്ച് അവരെ കണ്ടിടപ്പോൾ കർത്താവ് എന്തോട് പറഞ്ഞവരോട് ഒന്ന് പറഞ്ഞേ, ഒന്ന് വായിച്ചേ. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ വിശ്വാസികൾ പാപം ചെയ്യുന്നത് കൊണ്ടാണോ രോഗം വരുന്നത്? യെസ്, ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിന് പരിഹാരം പാപം, അത് ക്രമീകരണം വരുത്തണം. ദൈവവചനം കേൾക്കുമ്പോൾ അതിൻ്റെ മുൻപാകെ സമർപ്പിക്കണം. ഞാൻ തെറ്റിപ്പോയി. ദാവീദ് വലിയ രാജാവാ, ആരെവിടെ? അടിയനിതാ, ഇവനെ വെട്ടിക്കളെ തല വെട്ടാൻ പറയും. ആരാ? നാഥാനെ. പക്ഷെ ദൈവത്തിൻ്റെ ആലോചനയുടെ മുൻപിൽ ദാവീദ് എന്ത് ചെയ്തു? ശിരസ്സു നമിച്ചു, വീണ് കിടന്നു, കരഞ്ഞു, നിലവിളിച്ചു. പിൽക്കാലത്ത് ദാവീദിനെ കുറിച്ച് വചനം പറയുന്നത് എന്താ എന്ന് പറഞ്ഞ് നന്നായി വചനം പഠിക്കുന്ന വെച്ചാൽ എൻ്റെ ഹൃദയപ്രകാരമുള്ളതാ. തെറ്റില്ലാഞ്ഞിട്ടാണോ? കുറ്റമില്ലാഞ്ഞിട്ടാണോ? മടങ്ങി വരാനുള്ള മനോഭാവം ഉണ്ടാകണം നമുക്ക്. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. സക്കായിയാണ് നമ്മൾ ഇത്രയും കൊണ്ടുപോയത്. ഇറങ്ങി വന്ന് നിന്നപ്പോൾ തന്നെ പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവക പകുതി കൊടുക്കുന്നുണ്ട്, ചതിവായി വാങ്ങിയെങ്കിൽ അത് ഞാൻ 4 ഇരട്ടി കൊടുക്കുന്നുണ്ട്.
എന്താ പറഞ്ഞ കർത്താവ്? ഇവരും അബ്രഹാമിന്റെ മകനായ നമ്മളാരുടെ മക്കളാണ്? ഗലാത്യലേഖനം പഠിച്ച നമ്മളാരാ? അബ്രഹാമിന്റെ മക്കളാണ് നമ്മള്. മൊത്തവും പഠിച്ചു വരണം. അബ്രഹാമിന്റെ മക്കളാണ് നമ്മള്. ഒരു സഹോദരി എന്നിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരണം. മക്കളുടെ അപ്പം ഇട്ട് എടുത്ത് പൊക്കെ സ്ഥലം വിട്ടോ. അവളെന്താ പറഞ്ഞ മറുപടി? നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്നത് നുറുക്കുകൊണ്ട് ജാതികളാകുന്ന ഞങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യം കൊണ്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. അത് നിന്റെ ദാനമാണ്, നീ അവന് കൊടുത്തതാണ്. അവൻ ആ മേശ നുറുക്കിൻ്റെ കീഴിൽ വീഴും, ഞങ്ങളും അത് അനുഭവിക്കുക. ഒക്കൊള്ളുക, നിന്റെ മകൾ സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവൾ വിശ്വസിച്ചോ? കഴിഞ്ഞ ദിവസം ഇത് ചിന്തിച്ചു. സ്തോത്രം. ഒത്തിരി പേരോട് കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങളാരും വിചാരിക്കരുത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് സൗഖ്യം കിട്ടുന്നത്. നിങ്ങളാരും ചിന്തിക്കരുത്. നമുക്ക് വിശ്വാസം ഉണ്ടാകും. കർത്താവ് എന്നെ സൗഖ്യമാക്കുമെന്ന് ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്നൊരു വിശ്വാസം അങ്കുരിക്കണം. ശതാധിപന്റെ വീട്ടിൽ ചെന്നപ്പോ എന്താ പറഞ്ഞേ? എന്ന് പറഞ്ഞേ, നീ എന്റെ പുറയ്ക്ക് വേർത്തു വരാൻ പിന്നെ ഒരു വാക്ക് കൽപ്പിച്ചാൽ. നമ്മളിപ്പോ അത് പാട്ടുപാടി കാശുണ്ടാക്കി പുട്ടടിച്ചോണ്ടിരിക്കുക. നിന്റെ പുരയ്ക്കകത്തു വരാൻ യോഗ്യനല്ല. ടിൻ 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 ടിൻ. എത്രയാ പാടാനായിട്ട്? 1,00,000 രൂപയുടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാനോ കാണാതിരിക്കുക. എടാ 2.5 ഗ്ലാസ് ചൂടുവെള്ളം തന്ന വയനം പ്രസവിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു, നീ 1,00,000 രൂപ പാട്ടിന് ചോദിക്കുന്നല്ലേ? മര്യാദയ്ക്ക് സ്ഥാനം മാറിപ്പോകണം. എൻ്റെ കൂട്ടുകാരൻ്റെ മോനാ. 1,00,000 രൂപ 3 ദിവസത്തെ കൺവെൻഷൻ പാട്ട് പാടാൻ. ദ്രവ്യാഗ്രഹികൾ അവരെന്തെങ്കിലും തരുന്നെങ്കിൽ പാടിച്ചുകൊണ്ട് പോകാനുള്ളവന്. ഹല്ലേലൂയ. അവൻ തിരിഞ്ഞ് യഹൂദ ജാതിയോട് ആ മനുഷ്യൻ പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം കാര്യം. അടുത്ത ഞാൻ റോമൻ സാമ്രാജ്യത്തിലെ ഒരു പടയാളിയാണ്, ഒരു കേണലാണ്. എനിക്ക് ഒത്തിരി പേരുണ്ട്. ശതാധിപൻ, 100 പേർക്ക് അധിപൻ. അവർ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറയുന്നു. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതാ, ഞാൻ പറയാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. നീ ഒരു കൽപ്പിച്ചാൽ മതി, ഊരി നോക്കിയാൽ മതി. ഇസ്രയേലിൽ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇസ്രയേലിൽ പോലും വലിയ വിശ്വാസം കണ്ടില്ല. അവൻ യഹൂദനാണോ? ബൈബിളിൽ പഠിച്ചവരുണ്ടല്ലോ. യഹൂദനാണോ? അവൻ പാക്ക ജാതിയാ. ജാതികൾക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വിശ്വാസം വരാത്തെ? അപ്പോസ്തലന്മാർ ഒരു വിഷയം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഈ 4-ാം ദിവസത്തെ പ്രാർത്ഥനയിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകണം. അതിനൊരു വിശ്വാസം വേണം. വിശ്വാസത്തിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് കാണണം. നിനക്ക് ആഗ്രഹമുണ്ടോ? ചക്കയ്ക്കും മാങ്ങയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച് സമയം കളയുന്നവരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയും. വിശ്വാസത്തിലെ ഒന്നും ശരിയാകത്തില്ല. ഞാൻ സക്കായിലേക്ക് മടങ്ങി വന്ന് കൺക്ലൂഷൻ ചെയ്യുക. എല്ലാവരും വിശന്നിരിക്കുക. ഇനിയുള്ള സമയം നിങ്ങൾ എന്നെ പ്രാകും, ദൈവമേ മുടിഞ്ഞവൻ നിർത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത ഭാഗം കൂടി വായിച്ചാൽ നിർത്തുക. നമ്മൾ മടങ്ങി വരിക. അല്ല, ആ ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ ഒരു ദൂത് കൂടി ഉണ്ട്. അതോട് പറഞ്ഞിട്ടേ നിർത്താവുള്ളൂ. അടുത്ത് വായിച്ചേ. അവർ അപ്പം കൊടുത്തു, അപ്പം വചനം, വെള്ളം കൊടുത്തു, വെള്ളം പരിശുദ്ധാത്മാവ്, അവൻ ഒരു കഷ്ണം അത്തിയുടെ കൊടുത്തു, 2 ഉണക്ക മുന്തിരിക്കുലയും. അത്തിയുടെ രോഗശാന്തി, മുന്തിരി നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുന്നത്, പോഷിപ്പിക്കുന്നത്, വചനത്താലുള്ള പോഷണം. തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു, വചനത്താലുള്ള പോഷണം. ഇതെല്ലാം കൊടുത്തു. അപ്പൊ അടുത്ത് വായിച്ചെടുത്തവര് അത് തിന്നപ്പോൾ അവനെന്ത് ചെയ്തു? ചാകാൻ കിടത്തവന് ഉയിർ വീണോ? ചാകാൻ കിടത്തവന് വചനം കിട്ടിയപ്പോൾ ഉയരായി, അഭിഷേകം കിട്ടിയപ്പോൾ ഉയരായി. സ്തോത്രം സ്തോത്രം. ആ ഒറ്റ നേരം ഇത്രയും സംഭവം കൊണ്ട് അവൻ പവർഫുൾ ആയി. മതി സൗകര്യം. 4 കാര്യങ്ങൾ കൊടുത്തു. എന്തൊക്കെയാണ്? അപ്പം, വെള്ളം, അട, മുന്തിരി. അത്തിയട രോഗശാന്തി, മുന്തിരി പോഷിപ്പിക്കുന്നതാണ്. തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു, ഒരു കല്ലുടിയോട് ഞാൻ സൂക്ഷിക്കാൻ പറയാ, തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് അടിച്ചോളാൻ. ഇട മുടിഞ്ഞവനെ എന്തടിക്കാനാണ് പറയണത്? നിന്റെ ശരീരത്തിൻ്റെ അജീർണ നിമിത്തം. നിങ്ങളെ പദമെന്ന് പറഞ്ഞ് അത് വായിക്കാം. പറയാം, അങ്ങനെ തന്നെ പറ. പദം വിട്ടു കഴിഞ്ഞാൽ പോയി.
അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുക. കത്തോലിക്ക അച്ഛന്മാർ കല്യാണം നടത്തിയിട്ട് ആ കിട്ടുന്നതെല്ലാം കൂടി അവരങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞ് ഒരൊറ്റ മോന്തല എല്ലാം കൂടി എടുത്ത് കുടിക്കുക. എന്തിന്? നിനക്ക് ആവശ്യമുള്ള കുടിച്ചിട്ട് അവിടെ വല്ലവരും കുടിച്ചോട്ടെ. അപ്പോൾ എന്താ അവരുടെ ലക്ഷ്യം? ഞാൻ ആ ഭാഗത്തേക്ക് നിൽക്കുന്നില്ല, എന്നാരും വിമർശിക്കരുത്, ദൈവത്തെ ഓർത്ത്. നിങ്ങൾ ഇവർ പോകാൻ നേരത്തെ എൻ്റെ ഗൾട്ടേക്ക് പിടിക്കല്ലേ, ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നല്ല ഉദ്ദേശശുദ്ധി അല്ല അത്. മറ്റുള്ള അച്ഛന്മാർക്ക് അന്യാതിരും എല്ലാവർക്കും കൂടി കൊടുക്കുക. നമ്മൾ കർത്താവിൻ്റെ വേഷം കഴിഞ്ഞ് എല്ലാവരും പാത്രം എടുത്ത് കുടിക്കും. അവർ വരവാ എല്ലാവർക്കും അല്ലേ ചിരിച്ച് കൊടുക്കും. അത് കൊടുക്കുക, ഷെയർ ചെയ്യും. ക്രിസ്ത്യാനിറ്റി ഷെയർ ചെയ്യലാണ്. ആ ഭാഗത്ത് നിൽക്കുന്നില്ല, ഇങ്ങോട്ട് പോവുക. സ്തോത്രം. ഒന്നുകൂടി അത് പറഞ്ഞു പോകാം നമുക്ക്. അപ്പം കൊടുത്തു, വചനം കുടിപ്പാൻ വെള്ളം കൊടുത്തു, പരിശുദ്ധാത്മാവ്, അത്തിയട കൊടുത്തു, രോഗശാന്തി, ഉണക്കമെന്നിരിക്കുക കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അവൻ ഉയിർ വീണു. ക്രിസ്ത്യാനി ദൈവമക്കൾക്ക് ഉയിരില്ല. ഒരു പാട്ട് പാടാൻ പറഞ്ഞ ദൈവത്തിൻ നാമത്തിൽ നീ എൻ്റെ പാടണ്ടല്ലോ, പൊന്നെ അങ്ങ് നിർത്തിക്കും. അങ്ങനെ പാടിയിട്ട് എന്ത് ചെയ്യാൻ? നമ്മുടെ വിശ്വാസം കൂടി പോകും ഇവിടെ നിന്ന്. ദൈവത്തിൻ നാമത്തിൽ ചേർന്നിടും സമയങ്ങളിൽ. എന്താണ് അതിൻ്റെ ബാക്കി? അറിയില്ല പാട്ട്. ദൈവത്തിൻ്റെ നാമത്തെ ഉയര് വേണം അത് പാടണമെങ്കിൽ. യാക്കോബ് അല്ല യോസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ വയസ്സനായ യാക്കോബിന് എന്ത് ചെയ്തു? എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ചത്താ മതി എന്ന്. ഇപ്പൊ പുള്ളിക്ക് ചൈതന്യം വന്നു. വയോവൃദ്ധനായ യാക്കോബ് യോസേഫ് അയച്ച രഥം കണ്ടപ്പോൾ സന്തോഷം. നമ്മൾ രഥത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ, കർത്താവിൻ്റെ വേഗപ്രത്യക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ. എന്താ നമുക്കൊരു ചൈതന്യമില്ലാത്ത? ഒരു പാട്ട് പാടി. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ശ്രദ്ധിച്ചു. ഞങ്ങൾ കർശനം ചെയ്യാം കേട്ടോ. ഒരു പാട്ടൊക്കെ പാടുമ്പോൾ എന്താ ആത്മാവിൽ എരിവോടെ പാടാൻ പറ്റാത്തേ? ഇവിടെ ഒരു അധിവാസം പാടിയല്ലോ, എന്താ ശക്തിയായിരുന്നു. ഇത്രയും വയസ്സുള്ള പുള്ളി അങ്ങനെ പാടിയത് നമ്മളൊക്കെ കിരിഞ്ഞിരിക്കുക. പുള്ളിയെക്കാൾ എത്ര പ്രായം കുറവാണ് നമ്മൾ. പുള്ളി നിന്ന് ശക്തിയോടെ പാടിയപ്പോൾ നമ്മളെന്ത് ചെയ്യുക? കാരണം ഉയിരില്ല. പതിനം ഭക്ഷിക്കേ, ആത്മാവിനെ പാനം ചെയ്യേ. പല രോഗങ്ങളുണ്ടെങ്കിൽ അത്തിപ്പഴം കൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്തിരി ഭക്ഷിക്കേ, പോഷക മുന്തിരി ഭക്ഷിക്കേ. ദൈവവചനം ഭക്ഷിക്കേ. വചനത്താലുള്ള പോഷണം. യാക്കോബിന് ചൈതന്യം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഇനി അടുത്ത് പറയാൻ നിയോഗമില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിക്കാൻ പോകും, പാട്ടുപാടി ആരാധിക്കാൻ പോകും. രോഗശാന്തി വേണ്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് നിയോഗം തരുന്നങ്ങളുടെ തലയിൽ കൈവയ്ക്കില്ലെങ്കിൽ ഇല്ല. ഇനി തലയിൽ കൈവെക്കണമെന്നൊന്നുമില്ല. രോഗശാന്തി ആരാധനയിൽ നമുക്ക് പ്രാപിച്ചെടുക്കാം. നമ്മൾ പാടുമല്ലോ. എന്താണ് പൗലോസിരാസം പാടിയപ്പോൾ എന്താ വിളിച്ചു? ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി. നമ്മൾ പാടി ചങ്ങല പൊട്ടി പാട്ട് പാടി ആരായി ബന്ധനം മുറുകിക്കൊണ്ടിരിക്കുക. എന്താ പറ്റി? ബന്ധനം മുറുകിക്കൊണ്ടിരിക്കുക. എന്താ പറ്റി? നമ്മുടെ ആത്മീയ അനുഭവങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുക. സടകുടഞ്ഞ് എഴുന്നേൽക്കുക. ഈ ക്ലാസ്സുകൾ അതിന് പരിപൂർണമായി ഭവിക്കട്ടെ. ആ കർത്താവിൻ്റെ ദാസൻ അവരെ പോലുള്ളവരൊക്കെ വന്ന് വചനം പ്രസംഗിച്ച് ഈ പ്രസംഗങ്ങളൊക്കെ കേട്ട് നമ്മൾ കരുത്തന്മാരായി തീരാം. ദേശാധിപതിയുടെ ബന്ധനങ്ങളുടെ മേൽ, പിശാചിൻ്റെ ശക്തികളുടെ മേൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് യുദ്ധം ചെയ്ത് വിജയശ്രീ ലാളിതരായി. യാക്കോബിൻ്റെ ഭാഷ കടമെടുത്തുകൊണ്ട് പറയുക, ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റിരിക്കുക. ഹല്ലേലൂയ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നു, ആരാധിക്കുന്നേ, യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയും. ആരാധിക്കുന്നേ, ആത്മനാഥനെ
ആരാധിക്കുന്നേ. അപ്പോസ്തലരാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങലപ്പെട്ടിൽ നിന്നെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലരാത്രികാലെ